ലോകം മുഴുവനും ഇന്ന് പ്രാർത്ഥനയിലാണ്. ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്: യുദ്ധം അവസാനിപ്പിക്കാൻ, സമാധാനത്തിന്. രാജ്യങ്ങൾ തമ്മിൽ ഇത്രയേറെ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ, ജീവനുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യരുടെ കണ്ണ് മാത്രമല്ല ഹൃദയവും നിറയുന്നുണ്ട് വേദനയാൽ. അനാഥരാകുന്ന എത്ര കുടുംബങ്ങളാണ്! പൂക്കു മുമ്പ് പൊലിഞ്ഞു പോകുന്ന എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് സ്കൂൾ കെട്ടിടത്തിൽ നശിച്ചു പോയത്! ചോറ്റുപാത്രത്തിനിടയിലും പാഠപുസ്തകങ്ങൾക്കിടയിലും രക്തം മാത്രമായി തളം കെട്ടി നിൽക്കുമ്പോൾ ഇന്ന് കണ്ണീര് മാത്രമാണ് ബാക്കി. ഇതിനൊക്കെ വെളിച്ചത്തിലാണ് ലിയോ പാപ്പ പറഞ്ഞത്: യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം സ്ഥാപിക്കണം. ഈ പറഞ്ഞ വാക്കിന് എല്ലാ കാലത്തുമുള്ള സഭയുടെ പഠനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ബോധ്യത്തിൻ്റെയും വെളിച്ചമില്ല. ആ വെളിച്ചമുണ്ടാകേണ്ടത് ഒരൊറ്റ വാക്കിൽ നിന്നാണ്: ക്രിസ്തു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞ ആ വാക്ക്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഈ ഒരു ഓർമ്മ നഷ്ടപ്പെടുന്നിടത്താണ് മനുഷ്യർ പരസ്പരം യുദ്ധം ചെയ്യുന്നത്, മനുഷ്യർ പരസ്പരം കലഹിക്കുന്നത്, വലിയ ആളാകണമെന്ന് ചിന്തിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഈ ഒരൊറ്റ വാക്ക് എനിക്ക് തോന്നുന്നു ഈ ലോകം മുഴുവനും ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത്, പരസ്പരം മനുഷ്യർ വെല്ലുവിളിക്കുന്നിടത്ത്, ചോദ്യങ്ങൾ ചെയ്യുന്നിടത്ത്, ആരാണ് വലിയവനെന്ന് ചിന്തിക്കുന്നിടത്ത് ഈ വാക്ക് ഹൃദയത്തിൽ പതിക്കണം: നിങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഈ സഹോദരന്മാരാകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് പിറന്നതിൻ്റെ പേരിൽ മാത്രമല്ല, പിറക്കാത്തതിൻ്റെ പേരിലും നമ്മളൊക്കെ സഹോദരന്മാരാണ്. രക്തബന്ധത്തെക്കാളും കർമ്മബന്ധം ഇന്നീ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി വാഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും രക്തബന്ധത്തെ പോലെ തന്നെ മഹത്തരമായി കാണേണ്ടതാണ് കർമ്മബന്ധം. ഈ ഭൂമിയുടെ അങ്ങേയറ്റത്തുള്ളൊരു മനുഷ്യരും ഇങ്ങേയറ്റത്തുള്ള ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ മക്കളാണെന്നൊരു ബന്ധത്തിലാണ്. അങ്ങനെ നമ്മളെല്ലാവരും സഹോദരന്മാരാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.